മർദ്ദനമേറ്റത്. മരണത്തിൽ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ്. റിയാസ് കേമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, ഈ ഒരു സംഭവം വളരെ ആസൂത്രിതമായിട്ടാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. കുട്ടികൾ ഈ മർദ്ദനത്തിന് ശേഷം ഈ കുട്ടിയെ വീണ്ടും മർദ്ദിക്കാനുള്ള ഒരു താല്പര്യത്തിന് പുറത്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രധാന ചർച്ച ചെയ്യുന്നു എങ്ങനെ ഈ കുട്ടിയെ ആക്രമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി തീരുമാനിക്കുന്നു. തീരുമാനിച്ച ശേഷം വീണ്ടും വേറൊരു സ്ഥലത്ത് വെച്ച് കുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടും ഈ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന്? എന്തൊക്കെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ട്? ഹരിത, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണമായും ആസൂത്രിതമായാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ച നടക്കുന്ന ഫെയർവെൽ പാർട്ടിയിൽ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അവിടെ അധ്യാപകർ ഇടപെടുന്നു, ഇവരെ ശാന്തരാക്കി വിടുന്നു. അതിന് പിന്നാലെ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. കൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഗ്രൂപ്പ് രൂപീകരിച്ച് ഇവർ തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ളതാണ്. അവന്റെ കണ്ണിപ്പോഴില്ല എന്ന തരത്തിൽ ഇവർ പറയുന്നു. എങ്കിൽ കൂടിയും അവൻ ഇനിയും വിടരുത്, അവനെ നമുക്ക് കൊലപ്പെടുത്തുക തന്നെ വേണം എന്നുള്ളതാണ്. അത് കൃത്യമായ ആസൂത്രണം, കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾ ചെയ്തു എന്നുള്ളതാണ് ഇത് വ്യക്തമാകുന്നത്. ഈ വിദ്യാർത്ഥികൾ ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നാണ് ഷഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നത്. ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നൊരു ആരോപണം പുറത്തു വരുന്നു. ഇവന്റെ കണ്ണ് സംഘർഷത്തിന് ശേഷം ഇപ്പോഴില്ല. അവനെ ശരിപ്പെടുത്തണം എന്ന രീതിയിലേക്ക് ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു ശബ്ദ സന്ദേശം എത്തുന്നൊരു സാഹചര്യം എത്തിയത്. അതിൽ ഈ എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇതിനകത്ത് തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ഒരു സന്ദേശം കൂടി വന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു വിദ്യാർത്ഥി ഷഹബാസിന്റെ ഉമ്മയുടെ വാട്സാപ്പിലേക്ക് ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് തെറ്റുപറ്റിപ്പോയി, സംഭവിച്ചതിൽ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് ഒരു കുട്ടി അയക്കുന്നു. മറ്റു കുട്ടികൾ ഇത് ഈ ഷഹബാസിനെ കൊലപ്പെടുത്തണം എന്ന രീതിയിൽ തന്നെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നിന്നായാലും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശങ്ങളിൽ നിന്നും ഒക്കെയുള്ള വിശദാംശങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തീർത്തും ആസൂത്രിതമായൊരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇനിയിപ്പോൾ നടപടി സ്വീകരിക്കേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിനേക്കാൾ ഏറെ നടപടി സ്വീകരിക്കേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് സമർപ്പിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇത് എന്ത് നടപടികൾ കൈക്കൊള്ളും എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഹരിത, റിയാസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളും ഷഹബാസും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണോ, അതോ വ്യത്യസ്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഷഹബാസിനെ വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിന്റെ സഹപാഠികളായ വിദ്യാർത്ഥികളാണ്. എം ജെ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നു. പരസ്പരമുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് ആരെയെങ്കിലും നമുക്ക് ഇപ്പോൾ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെ നമുക്ക് വെള്ളപൂശാൻ കഴിയില്ല. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും നമുക്ക് വെള്ളപൂശാൻ കഴിയില്ല. ഇതിൽ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളും ഒരുപോലെ കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം പരസ്പരമുള്ള ഏറ്റുമുട്ടലിന് പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് കൊമ്പുകോർത്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യം ഉണ്ടായത് തന്നെ പരസ്പരമുള്ള ഇവരുടെ മനസ്സിലുള്ള പ്രതികാരത്തിന്റെയും പകയുടെയും ലക്ഷണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വിദ്യാലയത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ മാത്രം നമുക്ക് വെള്ളപൂശി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടുപേർക്കും ഇതിൽ തുല്യമായ കൃത്യമായ പങ്കുണ്ട്. ഇതിൽ നേരിട്ട് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് പോലീസാണ്. നിലവിലുള്ള 5 വിദ്യാർത്ഥികൾ, ആ 5 വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ പോലീസിനും പുറത്തുവിടാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ പേര്, വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് നിയമപരമായ നടപടിയുടെ ഭാഗമല്ല. അത് നിയമത്തിനെതിരാണ്. ആ നിയമ നടപടികൾ പോലീസിന് പാലിക്കപ്പെടേണ്ടതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പോലീസും പുറത്തുവിട്ടിട്ടില്ല. റിയാസ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ മരണപ്പെട്ട മുഹമ്മദ് ഷഹബാസ്, നമുക്കറിയാം 15 വയസ്സ് മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ SSLC പരീക്ഷ എഴുതാൻ പോകേണ്ട ഒരു വിദ്യാർത്ഥിയാണ്. മറ്റ് വിദ്യാർത്ഥികളും അങ്ങനെയൊക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്.
ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ നാടിനും അവരുടെ കുടുംബത്തിനുമാണ് നഷ്ടം മൊത്തം ഉണ്ടായത്. കാരണം വിദ്യാർത്ഥിയാണ്, 15 വയസ്സ് മാത്രമാണ്, SLC വിദ്യാർത്ഥിയാണ്. അത്തരത്തിലുള്ള ഒരു യുവതലമുറ ഇങ്ങനെ ആക്രമണ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ പഠനത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊരു കാരണമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ അവരുടെ സ്കൂളിനടക്കം ഉള്ളവർക്ക് ഒരു വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവം. തീർച്ചയായും വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷഹബാസ്. ആ ഷഹബാസ് വട്ടോളി സ്കൂളിൽ പരീക്ഷ എഴുതാനിരുന്ന വിദ്യാർത്ഥിയാണ്. അവിടെ SSLC പരീക്ഷ ഇനി ദിവസങ്ങൾക്ക് ശേഷം കടന്നു വരാനിരിക്കുന്നു. അവിടെ എഴുതേണ്ടിയിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ പരസ്പരമുള്ള പക അല്ലെങ്കിൽ പകപോക്കൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി രക്തസാക്ഷിയായിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. സ്വാഭാവികമായും ഹരിത ചോദിച്ചതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ പക പോക്കൽ എന്ന പ്രവണത വരുന്നത് അത് അങ്ങേയറ്റം ഗുരുതരമായൊരു പ്രവണതയാണ്. അതിന് തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് കൃത്യമായ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതല്ല ശരി എന്നുള്ളതാണ്. അതിൽ പല സ്വാധീനങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വളർന്നു വരുന്ന ഒരു തലമുറയുടെ നിലവിൽ അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങൾ, ഗെയിമുകൾ അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഗെയിമുകൾ, പോരടിക്കുന്ന ഗെയിമുകൾ, പകപോക്കുന്ന ഗെയിമുകൾ, അല്ലെങ്കിൽ ചില സിനിമകളുടെയെങ്കിലും സ്വാധീനം, പൂർണ്ണമായും സിനിമയുടെ സ്വാധീനം എന്ന് പറയുന്നില്ല, ചില സിനിമകൾ